എന്തായാലും നിന്നെ പോലെ ആർക്കും സുഖിച്ച് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്. ഓസിയില് രാജാവിനെ പോലെയല്ലേ ജീവിക്കുന്നത്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? വന്ന കാര്യം ചെയ്തിട്ട് വീട്ടിൽ പോകാൻ നോക്കടാ. അതല്ലാണ്ട് അവരെന്നെ കൃഷ്ണനാണെന്ന് വിചാരിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരുന്നു. അല്ലാണ്ട് നിങ്ങൾ എന്നെ വിചാരിച്ച എനിക്ക് ആ പ്രേതത്തോട് പ്രേമമാണെന്നോ? ഇത്രയും പ്രായം ചെന്ന ആ തള്ളയ്ക്ക് എന്നോട് പ്രേമമാണത്തെ പ്രേമം. അതിന്റെ മുഖവും ഉടലും എല്ലാം കൂടി കണ്ടാലേ അതിന്റെ കുമ്പളങ്ങയ്ക്ക് മുഖവും കാലും വരച്ച പോലെ ഇരിക്കും. മോനെ ഓടിക്കോടാ, ഓടിക്കോ. അയ്യോ, ഓടിക്കോടാ. വാ 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 വാ. എന്താ ഒന്നും പറയാണ്ട് പെട്ടെന്ന് എന്നെ നോക്കി നിൽക്കോടാ. എല്ലാം അവിടെ കൊണ്ട് വെക്കടാ. ആ മനസ്സിലായില്ലേ എന്താന്ന്? ഇവിടുത്തെ പെണ്ണിനും ഞങ്ങളുടെ ചെക്കനും ഇന്നിവിടെ നിശ്ചയമാ. നിന്റെ കള്ളനോട്ടം നെഞ്ചിൽ പതിഞ്ഞപ്പോ ഉരുകിപ്പോയി ഞാൻ. നിന്റെ ചുവന്ന തുടുത്ത കവിളിൽ തൊട്ടപ്പോ പിടഞ്ഞു പോയി ഞാൻ. നിന്റെ കള്ളനോട്ടം നെഞ്ചിൽ പതിഞ്ഞപ്പോ ഉരുകിപ്പോയി ഞാൻ. നിന്റെ ചുവന്ന തുടുത്ത കവിളിൽ തൊട്ടപ്പോ പിടഞ്ഞു പോയി ഞാൻ. നീയൻ കൺമണിയല്ലേ, നീയൻ സുന്ദരിയല്ലേ, മുതിൽ കൂടി തൊട്ടുപോയി വരാം, മഴയത്ത് ചേർന്ന് നിൽക്കാലോ. എന്താ നോക്കി നിൽക്കുന്നേ? അത് വെറ്റില, കടല, തക്കാളി, കരിമ്പ് എല്ലാം ഞങ്ങളുടെ തോട്ടത്തിലുണ്ടാക്കിയതാ. അല്ല, ഇതൊക്കെ എന്തിനാ? പണ്ട് കാലം മുതല് നിശ്ചയത്തിന് എല്ലാവരും കൊണ്ടുവരാറുള്ളത് ഓറഞ്ച് ആപ്പിളൊക്കെ അല്ലേ? ഞങ്ങളുടെ പാടത്ത് സാധനങ്ങൾ ഉള്ളപ്പോ അന്യനാട്ടിലെ സാധനങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നേ? അതുകൊണ്ടാണ് ഞങ്ങളുടെ തോട്ടത്തിൽ വിളഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത്. പെണ്ണിന് ഞങ്ങൾ ജീൻസും കൊണ്ടുവന്നിട്ടുണ്ട്, പെണ്ണിന് മുഹൂർത്ത സാരിയും കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിക്ക് എന്താ ഇഷ്ടം അത് സെലക്ട് ചെയ്യാം. ഞങ്ങള് കുറച്ച് വ്യത്യാസമുള്ള ആൾക്കാരാ, സംതിങ് ഡിഫറൻറ്റ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടേ കയ്യോടെ ഞങ്ങൾ പത്രിക അടിച്ചുകൊണ്ടാ വന്നിരിക്കുന്നത്. ഈ വരുന്ന മാസം 18-ാം തീയതി 9:30 മുഹൂർത്തം. അപ്പൊ വരട്ടെ? അയ്യോ, പോലെ പോലെ പോലെ. ഒരു നിമിഷം വന്നിട്ട് അങ്ങനെ തന്നെ പോവല്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ക്ഷമിക്കണം, കല്യാണം കഴിയുന്നതിന് മുൻപ് ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ല. അണ്ടർസ്റ്റാൻഡ്? സീ യു. ബൈ. സമയം കളയാതൊരു കല്യാണമൊക്കെ കഴിച്ചൊരു കൊച്ചിനെ കളിപ്പിക്കാൻ നോക്ക്. അതല്ലാതെ ചിട്ടിക്കെതിരെ കോർട്ട് സാക്ഷി എന്ന് പറഞ്ഞു നടന്നാലുണ്ടല്ലോ. വെറുതെ വരട്ടാതെ. ഈ വിരട്ടല് കൊണ്ടൊന്നും ഞാൻ ഭയപ്പെടുകയൊന്നുമില്ല. ചിട്ടിക്കെതിരായിട്ട് മാത്രമല്ല, അവന് പറഞ്ഞു വിട്ടവനെതിരെയും എനിക്ക് സാക്ഷി പറയാൻ പറ്റും. പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റും. തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. അവള് സാക്ഷി പറയരുത്.
താലി ഞാൻ എന്തിനെടുത്തെന്നാ നീ വിചാരിക്കുന്നേ? കെട്ടാൻ പോണവരല്ലാണ്ട് വേറെ ആരാ താലി എടുക്കണ്ടേ? ഡാ! മുഹൂർത്തം കഴിഞ്ഞു. ഇനി എന്താടാ ചടങ്ങ്? ശാന്തി മുഹൂർത്തം. ആ, അതാ ഇപ്പൊ നടക്കാൻ പോകുന്നേ. അവിടെ ഇല്ലടാ. നിന്റെ കഴുത്തിൽ താലിയും കെട്ടി നിന്റെ മാനം എടുത്തു. കെട്ടിയവനെതിരാണോ നീ സാക്ഷി പറയാൻ പോകുന്നേ? ഇല്ല. എല്ലാത്തിനെയും കൊല്ലണം. എല്ലാത്തിനെയും കൊല്ലണം. ഒരുത്തനും വിടരുത്. ചിട്ടി ഇറങ്ങി വേണോ? ചിട്ടി ഇറങ്ങി വേണോ പുറത്തേക്ക്? അവരിവിടെ ഇല്ലടാ. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നേ. അവരെവിടെ പോരാ? എവിടെ പോയാലും നമുക്കവരെ കണ്ടുപിടിക്കണം. എവിടെയാണെങ്കിലും പോകണം. സാറേ, പയ്യന്മാർ ചിട്ടി അന്വേഷിച്ച് വന്നിരുന്നു. അടുത്തത് അങ്ങയെ തേടി അങ്ങോട്ട് വരുമായിരിക്കും. അടിച്ച് പൊളിക്ക്. പൊട്ടിക്കവനെ.
ആരെ കിടന്നാ കൊല്ലാൻ പോകുന്നു? ഉണ്ടായിട്ടാണോ കാണിക്കുന്നത്? ഏ, പോലീസ്.